നമ്മുടെ 6th വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ചൊരു എനർജി കുറവുണ്ടാവും, കാരണം സുഖം ഇല്ല. പാർട്ട് 3 വീഡിയോ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ. ആദ്യ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള അവലോകനങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു. രണ്ടാമത്തെ വീഡിയോയിൽ ഫോറക്സ് മാർക്കറ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഏതാണ്ടൊരു ധാരണ മനസ്സിലാക്കി. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോറക്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പരമാവധി സിമ്പിളായിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോ ആവർത്തിച്ച് കേൾക്കുക. പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നോട്ട് കമ്പൽസറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോളാം. ഓക്കെ, ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് 4 എണ്ണമാണ്. അതിൽ ബേസ് കറൻസി, കോഡ് കറൻസി, രണ്ടാമത്തത് ലോട്ട് സൈസുകൾ എന്താണ്, മൂന്നാമത് ടിപ്പ് വാല്യൂ എന്താണ്, നാലാമത് ഓർഡർ ടൈപ്സ് എന്താണ്. ഈ 4 ടോപ്പിക്സ് ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. എന്താണ് ബേസ് കറൻസി, കോഡ് കറൻസി? ഫോറക്സിൽ പെയേഴ്സിലാണ് കച്ചവടം ചെയ്യുക നമ്മൾ പറഞ്ഞു. ഒരു പെയർ എന്ന് പറയുമ്പോൾ 2 കറൻസികളുണ്ടാവും, ഒരു ജോഡി കറൻസികൾ. ഒരു ആദ്യ കറൻസി രണ്ടാമത്തെ കറൻസിയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഉള്ള മൂല്യവ്യത്യാസം, ആ മൂല്യവ്യത്യാസത്തിലാണ് നമ്മൾ ലാഭവും നഷ്ടവും ഇവിടെ ബുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഫോട്ടോയിലേക്കൊന്ന് നോക്കുക. എന്താണ് ബേസ് കറൻസി, കോഡ് കറൻസി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇൻ ദി ഫോറക്സ് മാർക്കറ്റ് കറൻസി പെയർസ് ആർ ഡിനോട്ടഡ് ആസ് ബേസ് കറൻസി, കോഡ് കറൻസി. ഫോറക്സ് മാർക്കറ്റിൽ കറൻസി പെയറുകൾ നമ്മൾ സാധാരണ വിളിക്കാറുള്ളത് ബേസ് കറൻസിയും കോഡ് കറൻസിയും എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ബേസ് കറൻസി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പെയറിൽ ആദ്യത്തെ കറൻസി, അതാണ് ബേസ് കറൻസി. കോഡ് കറൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടാമത് വരുന്ന കറൻസി. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ മേജർ കറൻസി പെയർ, മൈനർ, എക്സോട്ടിക് ഇതൊക്കെ നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ലിസ്റ്റിലേക്കൊന്ന് നോക്കുക. ഒരുപാട് കറൻസി പെയറുകൾ അല്ലേ. അതിൽ ആദ്യം വരുന്ന കറൻസികളൊക്കെ തന്നെ എന്താണ്? ബേസ് കറൻസികളാണ്. രണ്ടാമത് വരുന്നത് ആ പെയറിലെ കോഡ് കറൻസിയാണ്. ഇനി ദി എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻസ് ദി എമൗണ്ട് ഓഫ് ദി കോഡ് കറൻസി റിക്വയർഡ് ടു ബൈ 1 യൂണിറ്റ് ഓഫ് ദി ബേസ് കറൻസി. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ബേസ് കറൻസിയുടെ വാല്യൂ എപ്പോഴും ഒന്നായിരിക്കും. കോഡ് കറൻസിയുടെ വാല്യൂ ഒരു ബേസ് കറൻസിക്ക് എത്ര കൊടുക്കണം എന്നാണ് അവിടെ കോഡ് കറൻസിയായിട്ട് അവിടെ കാണുന്നത്. ഇത് എവിടെ കാണും? ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂറോ USDയുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് വലത് സൈഡിൽ ഒരു വാല്യൂ കാണും. എപ്പോഴും മാറി മറിഞ്ഞ് നിൽക്കുന്ന ഒരു വാല്യൂ കാണും. എന്താണ് ഈ വാല്യൂ? ഒരു യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര $US കിട്ടുമെന്നാണ് യൂറോ USDയുടെ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സിമ്പിളാണ്. ഇത് ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലല്ലോ. കറൻസി പെയർസ് ആർ ആൾവേസ് കോട്ടഡ് ഇൻ പെയർസ് അല്ലേ. കറൻസി പെയറുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പെയറുകളായിട്ടാണ് കോട്ട് ചെയ്ത് നമ്മൾ പറയുന്നത്. ബിക്കോസ് യു ആർ സിമിൾട്ടേനിയസ്ലി ബൈയിങ് വൺ കറൻസി ആൻഡ് സെല്ലിങ് അനദർ. ഇതിൽ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ടിപ്പായിട്ട് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ബേസ് കറൻസി, കോഡ് കറൻസിയുടെ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇതിൽ ഈ പെയർ നമ്മൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യൂറോ നമ്മൾ വാങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ യൂറോ നമ്മൾ വാങ്ങുന്ന സമയത്ത് ആ ടൈം അവിടെ മറ്റൊരു പ്രവർത്തനം നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? US അവിടെ സെല്ലാവുന്നുണ്ട്. GBP USD എടുക്കുകയാണെങ്കിലോ, നിങ്ങൾ ബ്രിട്ടീഷ് പൗണ്ട് വാങ്ങുന്ന സമയത്ത് അതേ സമയത്ത് അവിടെ US അവിടെ സെല്ലാവുന്നുണ്ട്. ഇത് നമ്മൾ അറിയുന്നില്ല അല്ലേ. നമ്മൾ വാങ്ങിയത് മാത്രമേ നമുക്കറിയുള്ളൂ. അതിപ്പോൾ ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുന്നത് എവിടെയാണ്? ബാക്ക് എൻഡിലാണ്. അത് നമ്മൾ ബ്രോക്കർ, അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്കിപ്പോൾ യൂറോ USD എന്നുള്ള പെയർ എടുത്തു. നിങ്ങൾക്ക് അറിയാം യൂറോ കുറച്ച് ഇടിയാൻ ചാൻസ് ഉണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾ ആ പെയറിൽ നിങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുമോ? വാങ്ങാൻ താല്പര്യപ്പെടില്ല അല്ലേ. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? നമ്മളവിടെ ബൈ എൻട്രി എടുക്കുന്നതിൻ്റെ പകരം സെൽ എൻട്രി എടുത്താൽ മതി. അപ്പോൾ വാങ്ങാത്തൊരു സാധനം നമ്മളെങ്ങനെ സെല്ല് ചെയ്യുക? അതല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂറോ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് US ബൈ ചെയ്യലാണ്. US നിങ്ങളിപ്പോൾ വാങ്ങാൻ പോകുന്നത്. ഇങ്ങനെയാണ് ആ ഒരു സംഗതി വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ബൈ ഇട്ട് കഴിഞ്ഞാൽ ബേസ് കറൻസി വാങ്ങുക എന്നും, ആദ്യമേ സെല്ലിട്ട് കഴിഞ്ഞാൽ കോഡ് കറൻസി വാങ്ങുക എന്നുമാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ സംഭവം? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ മതി. ഇനി ബേസ് കറൻസിയുടെ വാല്യൂ ഞാൻ പറഞ്ഞു. നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും ബേസ് കറൻസിയുടെ വാല്യൂ 1 ആയിരിക്കും. ബേസ് കറൻസിയുടെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് കോഡ് കറൻസിക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന് നമുക്ക് അവിടെ ചാർട്ടിൽ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഫോട്ടോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ബേസ് കറൻസി എന്ന് പറയുന്നത് 1.1167 യൂറോ USDയുടെ വാല്യൂ ആയിട്ട് കാണുന്നുണ്ട്. എന്നതിൻ്റെ അർത്ഥം ഒരു യൂറോ കൊടുത്താൽ നിങ്ങൾക്ക് $1.1167 കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏത് പെയർ എടുത്താലും ഇനി ഇങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം. ബേസ് കറൻസി 1 കൊടുത്താൽ കോഡ് കറൻസി എത്ര കിട്ടുമെന്നാണ് അവിടെ കാണിക്കുന്നത്. ദി കോഡ് കറൻസി ഇൻഡിക്കേറ്റ്സ് ദി എമൗണ്ട് റിക്വയർഡ് ടു പർച്ചേസ് 1 യൂണിറ്റ് ഓഫ് ദി ബേസ് കറൻസി. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യം ബേസ് കറൻസി, കോഡ് കറൻസി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി അല്ലേ. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഒരു ചാർട്ട് നിങ്ങളൊന്ന് നോക്കുക. ഈ ചാർട്ടിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വാല്യൂസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് ഈ വലത് സൈഡിൽ ഗ്രീൻ കളറിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയം, ഇത് ലൈവ് ചാർട്ടല്ല, അതിൻ്റെ ഫോട്ടോ ആണ്. ലൈവ് ചാർട്ടാണെങ്കിൽ ഈ 1.1167 എന്നുള്ളത് മുകളിലേക്ക് താഴോട്ട് ഇങ്ങനെ മൂല്യം കൂടി കുറഞ്ഞൊക്കെ ഇരിക്കും. അതായത് ഡോളർ ശക്തി പ്രാപിക്കുമ്പോഴാണ് യൂറോ USD എന്നുള്ള പെയറിൽ മാർക്കറ്റ് താഴോട്ട് വരിക. യൂറോ ശക്തി പ്രാപിക്കുമ്പോൾ
മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഏത് പെയറാണോ നിങ്ങൾ എടുത്തത് ആ പെയറിലെ ബേസ് കറൻസിക്ക് ശക്തി ഉണ്ട് എന്നാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിൻ്റെ അർത്ഥം. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ടോപ്പിക്ക് ലോട്ട് സൈസ് ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിറ്റാണ്. ഒരു കറൻസി പെയറിൽ നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് നമ്മൾ വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് അത് ലോട്ട് സൈസിലാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ സാധാരണ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എത്ര ഷെയർ വാങ്ങണം എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക അല്ലേ, ഷെയർ എന്നുള്ള വാക്ക്. ഇവിടെ ഫോറക്സിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ കമ്പനികളെ ഷെയറുകളൊന്നുമില്ല. ഇവിടെ ഒരു ജോഡി കറൻസി മാത്രമാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. അത് ഏത് കറൻസിയിൽ വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ കറൻസി പെയറുകൾ ട്രേഡ് ചെയ്യുമ്പോൾ അതിനുള്ള ഒരളവ്, അതുപോലെ തന്നെ ഗോൾഡിലൊക്കെ അങ്ങനെ തന്നെ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ അതിനുള്ളൊരളവ് എന്ന് പറയുന്നത് ലോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. 1 ലോട്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ എത്ര ബേസ് കറൻസി വാങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം അറിയോ? അതായത് 1,00,000 ബേസ് കറൻസി വാങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 1,00,000 യൂണിറ്റ് യൂറോ നിങ്ങൾ വാങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ലോട്ട് വാങ്ങി എന്ന് പറയാൻ പറ്റുക. മനസ്സിലായോ? 1,00,000 യൂറോ വാങ്ങണമെങ്കിൽ എത്ര കാശ് നിങ്ങൾക്ക് വേണ്ടി വരും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു യൂറോക്ക് എന്താ വില? ഏതാണ്ട് 90 രൂപ കിട്ടിക്കോളൂ. അപ്പോൾ 1,00,000 യൂറോക്ക് 90 ലക്ഷം രൂപ വേണ്ടി വരുന്ന അർത്ഥം. ഇതുകൊണ്ടാണ് ഇത് ആദ്യ കാലത്ത് ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും മാത്രമേ ഈ ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് 80കളിൽ ആ കാലഘട്ടത്തിലൊന്നും. കാരണം ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഉണ്ടെങ്കിൽ മാത്രമേ ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ള അവസ്ഥയൊക്കെ മാറി. ഇപ്പോൾ സാധാരണക്കാരായ നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും വലിയ ലോട്ട് സൈസിന് ഇത്രയും വലിയ എമൗണ്ട് മുടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ആരാണ് ഇടപെടുന്നത്? ഇവിടെ ബ്രോക്കറാണ് നമുക്ക് ഇതിൻ്റെ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി തരുന്നത് കേട്ടോ. അത് നമുക്ക് വഴിയെ പറയാം. ഇനി സ്റ്റാൻഡേർഡ് ലോട്ട് സൈസ് ഫോറക്സിൽ 1,00,000 യൂണിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബേസ് കറൻസി 1,00,000 യൂണിറ്റ് വാങ്ങുന്നതിനാണ് 1 ലോട്ട് നിങ്ങൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. മിനി ലോട്ട് എന്ന് പറയും അതിൻ്റെ താഴെ. മിനി ലോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 യൂണിറ്റ് വാങ്ങുകയെന്നാണ് അതിൻ്റെ അർത്ഥം. മിനി ലോട്ട്. മൈക്രോ ലോട്ട് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെറും 1000 യൂണിറ്റ് വാങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 90 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലോട്ടൊക്കെ വാങ്ങാം. അപ്പോൾ അതില്ല, നിങ്ങൾ 10 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനി ലോട്ടൊക്കെ വാങ്ങാം. അല്ലെങ്കിൽ അതുമില്ല, $1,000 നിങ്ങളുടെ കയ്യിലുള്ളൂ, 10,000 രൂപയ്ക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലോട്ട് സൈസ് മാത്രം വാങ്ങിയാൽ മതി അല്ലേ. 100 രൂപയും കൊണ്ടുപോയിട്ട് ഒരു ചാക്കരി വേണമെന്ന് പറഞ്ഞാൽ നടക്കൂല അല്ലേ. 2 കിലോ അരിയല്ലേ കിട്ടുള്ളൂ. അതുപോലെയാണ് ഇത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ലോട്ട് സൈസായ മൈക്രോ ലോട്ട് എന്ന് പറയുന്നത് വെറും 1000 യൂണിറ്റ് ആണ്. ഇത് നമുക്ക് വാങ്ങാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ബ്രോക്കർ നമുക്ക് തരുന്ന ഒരു ഫെസിലിറ്റിയാണ്. ആക്ച്വലി 1000 യൂണിറ്റ് വാങ്ങാൻ തന്നെ, അതായത് ഒരു മൈക്രോ ലോട്ട് വാങ്ങാൻ തന്നെ അതിനുള്ള ചിലവ് എത്രയാണ്? 1000 ഇൻറ്റു യൂറോ USD ആണ് എടുത്തത് വെച്ചെങ്കിൽ യൂറോക്ക് 90 രൂപ. അപ്പോൾ 1000 ഇൻറ്റു 90 90,000 രൂപ അല്ലേ. 90,000 രൂപ ഏതാണ്ട് 1,00,000 അടുത്ത് വേണം മൈക്രോ ലോട്ട് വാങ്ങാൻ തന്നെ. അപ്പോൾ നമ്മുടെ കയ്യിൽ 10,000 ഉള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ എങ്ങനെ നമ്മൾ 1,00,000 കച്ചവടം നടത്തും? അതാണ് ഫോറക്സ് ബ്രോക്കേഴ്സ് നമുക്ക് തരുന്ന ഒരു ലെവറേജ് സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ്, അതൊന്നും നമ്മൾ അറിയേണ്ട, അതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. ലെവറേജ് സൈഡാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രോക്കർ നമ്മളെ ക്യാരി ചെയ്യും. ഓക്കെ, നമ്മൾ പൊസിഷൻ സൈസ് ചെയ്ത് മാർജിനൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങിയാൽ മതി. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. ഇനി understanding lot size is crucial for managing risk in forex trading. The larger the lot size, the operator the potential for profit or loss. അല്ല, the greater the potential for profit or loss. എന്താ അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ലോട്ട് സൈസ് വാങ്ങി കച്ചവടം ചെയ്യുന്നത് വലിയ ലാഭം നമുക്ക് നേടിത്തരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതേപോലെ തന്നെ ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ പോലും വലിയ നഷ്ടങ്ങളും അവിടെ മറുവശമായിട്ടുണ്ടാവും. അപ്പോൾ ഈ റിസ്ക് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ലോട്ട് സൈസ് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളതും കൂടി പരിഗണിച്ചാവണം നമ്മൾ എത്ര രൂപ അതിൽ നിന്ന് ഡിപ്ലോയ് ചെയ്തിട്ട് കച്ചവടം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപയാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ 10,000 രൂപയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഒരിക്കലും 10,000 രൂപക്ക് മുഴുവനായിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യാതിരിക്കുക. അതിൻ്റെ ഒരു 5% മാക്സിമം യൂസ് ചെയ്യാം. ഇനി 10% വേണമെങ്കിൽ കൂട്ടിക്കോളൂ. അപ്പോൾ എത്രയായി? അതായത് 10,000-ൻ്റെ 1% എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ അതിൻ്റെ 10% മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 900-1000 രൂപ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫുൾ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോട്ട് സൈസ് കൂടുമ്പോൾ, അതായത് നമ്മൾ വാങ്ങുന്ന യൂണിറ്റ് കൂടുമ്പോൾ ഓരോ പോയിൻ്റ് മാർക്കറ്റ് കയറുമ്പോഴും നമുക്ക്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 1 സ്റ്റാൻഡേർഡ് ലോട്ടാണ് എടുത്തതെന്ന് വെച്ചെങ്കിൽ ഒരു പോയിൻ്റ് മാർക്കറ്റ് കയറുമ്പോൾ, ഈ പോയിൻറ്റിന് പിപ്പ് എന്നാണ് പറയുക, അത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്. ഓരോ പിപ്പ് മാർക്കറ്റ് മുകളിലോട്ട് കയറുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം $10 ആയിരിക്കും. ഒരു സ്റ്റാൻഡേർഡ് ലോട്ടാണ് നിങ്ങൾ വാങ്ങിയെങ്കിൽ. അപ്പോൾ ഒരു മിനി ലോട്ടാണ് വാങ്ങിയെന്ന് ഓരോ പോയിൻ്റ്, അതായത് ഓരോ പിപ്പ് മുകളിലേക്ക് കയറുമ്പോഴും $1 ആയിരിക്കും നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് വരിക. മൈക്രോ ലോട്ട് വെച്ചിട്ടാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നതെങ്കിലോ ഓരോ പോയിൻ്റ് കൂടുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് 10 പൈസ ആയിരിക്കും.
ഇനി ഫോട്ടോയിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാം. സ്റ്റാൻഡേർഡിലോട്ട് പറഞ്ഞാൽ 1,00,000 യൂണിറ്റ്, അത് എഴുതൽ 1 ആണ്. 1 മിനിയിലോട്ട് എന്ന് പറഞ്ഞാൽ അത് എഴുതൽ 0.10 എന്നാണ് അടിച്ചു കൊടുക്കേണ്ടത്. മൈക്രോയിലോട്ടാണ് എടുക്കണമെങ്കിൽ 0.01 എന്നാണ് അടിച്ചു കൊടുക്കേണ്ടത്. 0.01 ആണ് ഏറ്റവും കുറഞ്ഞ അളവ്. ഫോറക്സിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ അളവ് ഒരു മൈക്രോ ലോട്ടാണ്. നെക്സ്റ്റ് ആണ് പിപ്പ് വാല്യൂ എന്ന് പറയുന്നത്. എന്താണ് പിപ്പ് വാല്യൂ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിപ്പ് എന്ന് പറഞ്ഞാൽ പിപ്പ് ഈസ് ദ സ്മോളസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ് ഇൻ ദ ഫോറക്സ് മാർക്കറ്റ്. അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ 1, 2, 3, 4 ഇങ്ങനെയാണല്ലോ മൂവ് ചെയ്യുക അല്ലേ. 1 പോയിൻ്റ് കൂടി, 2 പോയിൻ്റ് കൂടി, 3 പോയിൻ്റ് കൂടി. ഈ പറയുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ഇതിന് ഫോറക്സിൽ വിളിക്കുന്ന പേരാണ് പിപ്പ് എന്ന്. ക്ലിയർ ആയില്ലേ? വളരെ സിമ്പിളാണ്, വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ പിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? അതായത് നമുക്ക് എത്ര പോയിൻ്റ് ലാഭം എടുക്കണം എന്ന് ഫോറക്സിൽ പറയില്ല, എത്ര പിപ്പ് നമുക്ക് ലാഭം എടുക്കണം എന്നാണ്. എത്ര പിപ്പ് നമുക്ക് നഷ്ടം സഹിക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പിപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. 2 രൂപ 50 പൈസ എന്ന് വിചാരിച്ചോളൂ. 50 പൈസ എന്ന് പറയുമ്പോൾ അവിടെ പോയിൻറ്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ട്? 2 അക്കം. എന്നാൽ അത് 4 എണ്ണം ആക്കിയാലോ? 4 എണ്ണം ആക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താണ്? ഇന്ത്യൻ റുപ്പീസിൻ്റെ കറൻസിയിൽ പോയിൻറ്റിന് ശേഷം വെറും 2 അക്കത്തിന് വാല്യൂ ഉള്ളൂ. ബാക്കി അവിടെ എത്ര എന്തക്കിട്ടാലും അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വാല്യൂ മാത്രമേ ഉള്ളൂ അല്ലേ? റുപ്പീസിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് JPY പെയറുകളുടെ കാര്യവും. അപ്പോൾ ദർ ആർ ബേസിക്കലി 2 ടൈപ്സ് ഓഫ് പ്രൈസ് കോഡ്സ് ഉണ്ട് കോമൺലി ട്രേഡഡ് ഫോറക്സ് പ്രൈസിൽ. 2 ടൈപ്പ് ഓഫ് പ്രൈസ് കോഡ്. ഒന്ന് ഇപ്പോൾ ഈ INR, JPY എന്നൊക്കെ പറഞ്ഞതുപോലെ പോയിൻറ്റിന് ശേഷം വെറും 2 അക്കം മാത്രമുള്ള കറൻസികൾ, അതിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അവിടെ എത്ര ഇട്ട് കഴിഞ്ഞാലും അതിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അതല്ലാത്ത മറ്റ് കറൻസി പെയറുകൾ, ഒട്ടുമിക്ക കറൻസി പെയറുകളിലും പോയിൻറ്റിന് ശേഷം ഇടുന്ന 4 അക്കത്തിനും വാല്യൂ ഉണ്ട്. ആക്ച്വലി 5 അക്കം ഉണ്ടാവും, പക്ഷേ അതിൽ 4ാമത്തത് വരെ എടുക്കാറുള്ളൂ. പിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? അതിൽ ഏറ്റവും അവസാനം വരുന്ന ആ അക്കം മറിഞ്ഞു തുടങ്ങുമ്പോൾ 1 പിപ്പ് മറിഞ്ഞു, 2 പിപ്പ് മറിഞ്ഞു, 10 പിപ്പ് മറിഞ്ഞു, 100 പിപ്പ് മറിഞ്ഞു. അങ്ങനെ ഈ 4ാമത് ഉള്ള അക്കം മുതലാണ്, അതിലെ മൂവ്മെൻറ്റ്സ് മുതലാണ് നമ്മൾ കറൻസി പെയറുകളിൽ സാധാരണ വാല്യൂ കൗണ്ട് ചെയ്യൽ. ഇപ്പോൾ പിപ്പിൻ്റെ മൂവ്മെൻറ്റാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, GBP USD കണ്ട് AUD JPY കണ്ടോ? AUD JPY എഴുതുന്ന സമയത്ത് വ്യത്യാസം കണ്ടോ? JPY പെയർ എഴുതിയപ്പോൾ. അതേപോലെ USD JPY എഴുതുമ്പോൾ നോക്കി നോക്കൂ, പോയിൻറ്റിന് ശേഷം 2 അക്കേ ഉള്ളൂ. $1 USD JPY എന്ന് പറഞ്ഞാൽ $1 കൊടുത്തു കഴിഞ്ഞാൽ എത്ര ജാപ്പനീസ് കറൻസി കിട്ടുമെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. 143.79 കിട്ടും. AUD JPYൻ്റെ നേരെ 97.89 എന്ന് കാണുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? $1 കൊടുത്താൽ 97.89 ജാപ്പനീസ് യെന്ന് കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഓരോന്നും ഓരോ പോലെയാണ്. AUD USD ഏറ്റവും ലാസ്റ്റ് നോക്കി നോക്കൂ, അത് എന്താണ് അതിൻ്റെ അർത്ഥം? അവിടെ 0.68 അങ്ങനെയാണ് കാണുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? $1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡോളർ എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളർ 0.68. മനസ്സിലായല്ലോ പറഞ്ഞത്? ഇപ്പോൾ യൂറോ USDൻ്റെ കാര്യം തന്നെ നോക്കുക. 1.1161 എന്നുള്ള ട്രേഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ വാല്യൂ 1.1160 ആയി കഴിഞ്ഞാൽ എത്ര പിപ്പിൻ്റെ മൂവ്മെൻറ്റ് വന്നു? 1 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് വന്നു. കൂടുതലോ കുറവോ? കുറവ്. 1 പിപ്പ് കുറഞ്ഞു മാർക്കറ്റ്. അപ്പോൾ 1 പിപ്പ് താഴോട്ട് പോയി എന്നർത്ഥം. ഇനി 1.1161 എന്നുള്ളിടത്ത് 1.1170 ആയി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? 9 പിപ്പ് കൂടി എന്നർത്ഥം അല്ലേ? 9 പിപ്പ്. 61 9 കൂട്ടി കഴിഞ്ഞാൽ 70 എത്തും. അപ്പോൾ 9 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് അവിടെ വന്നു എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യുക. 9 പിപ്പ് മൂവ്മെൻറ്റിൽ എനിക്ക് ലാഭം വേണം, 2 പിപ്പ് എനിക്ക് ലോസ് ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അതിന് എത്ര എമൗണ്ട് ആവും അത്ര എമൗണ്ട് എനിക്ക് കിട്ടിയാൽ മതി. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഓരോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. സംശയങ്ങളുള്ളത് ഗ്രൂപ്പിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ് ഓർഡർ ടൈപ്സ്. ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. ഒന്ന് മാർക്കറ്റ് ഓർഡർ, രണ്ടാമത്തത് ലിമിറ്റഡ് ഓർഡർ, 3 സ്റ്റോപ്പ് ഓർഡേഴ്സ്. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് ചാർട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ പ്രൈസ്, നമ്മുടെ കണ്ണിൽ കാണുന്ന പ്രൈസ്, ഇപ്പോൾ വാങ്ങാൻ പറ്റുമോ വിൽക്കാൻ പറ്റുമോ എന്ന് നമ്മൾ കണ്ണുകൊണ്ട് ഡയറക്റ്റ് നോക്കി കണ്ട് അപ്പോൾ ആ സ്പോട്ടിൽ നമ്മൾ ഇടുന്ന എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പോട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഈ ആക്ഷൻ ബൈ ആയിക്കോട്ടെ സെൽ ആയിക്കോട്ടെ, അപ്പോൾ എന്താണോ അത്, അതിനെ മാർക്കറ്റ് ഓർഡർ എന്ന് പറയും. ലിമിറ്റ് ഓർഡറും സ്റ്റോപ്പ് ഓർഡറും പെൻഡിങ് ആക്കിയിട്ട് ഇടുന്ന ഓർഡറാണ്. മനസ്സിലായില്ല അല്ലേ? പ്രൈസ് നിൽക്കുന്നത് 100 രൂപയിലാണെന്ന് വിചാരിക്കുക. പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 100 ഏതാണ്ട് ഒരു 110 രൂപയായി. പക്ഷേ നിങ്ങൾക്കറിയാം പ്രൈസ് വീണ്ടും ഒന്ന് 100 രൂപയിലേക്ക് തന്നെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു പക്ഷേ 150 പോകാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, വെറുതെ തോന്നുന്നില്ല, നമ്മൾ ചാർട്ട് നോക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ തോന്നും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നും. അതായത് പ്രൈസ് ഒരു പ്രത്യേക ഏരിയയിലേക്ക് വന്ന് അവിടെ വെച്ച് യൂ ടേൺ അടിച്ച് ഓപ്പോസിറ്റ് പോകണം. യൂ ടേൺ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണല്ലോ, ഓപ്പോസിറ്റ് പോകണം. മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് താഴോട്ട് ചീപ്പർ പ്രൈസിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒറ്റപ്പോക്ക് മുകളിലേക്കാണ് പോകണം. അപ്പോൾ ഈ യൂ ടേൺ അടിക്കുന്ന സ്ഥലം, ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ചീപ്പ് പ്രൈസിനായിരിക്കും സാധനം വാങ്ങാൻ കിട്ടുക അല്ലേ? അവിടെ നിങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്ന ഒരു ഓർഡർ. മാർക്കറ്റ് 100, 110, 120 പോയ മാർക്കറ്റ് തിരിച്ച് വന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ
എക്സിക്യൂട്ട് ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 100 ലോട്ട് വേണം അല്ലെങ്കിൽ 10 ലോട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു 100ൽ എന്ത് ചെയ്യുക, ഒരു ലിമിറ്റ് ഓർഡർ ഇട്ടേക്കാം, ബൈ ലിമിറ്റ് ഓർഡർ ഇട്ടേക്കാം. 100 എന്നുള്ള സംഖ്യയിൽ നിങ്ങൾ എത്രയാണോ ലോട്ട് സൈസ് എടുക്കുന്നത് അത്രയും ലോട്ട് സൈസ് നിങ്ങൾ അവിടെ അടിച്ചു കൊടുത്തിട്ട് എവിടെ വെച്ചിട്ടാണോ നിങ്ങൾ ടാർഗറ്റ്, എത്ര പിപ്പിലാണോ ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു പിപ്പ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻകൂട്ടി അത് അടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര പോയിന്റിലാണ് നിങ്ങൾക്ക് ലാഭം എടുക്കേണ്ടതെന്നും പിപ്പ് എത്ര പിപ്പിലാണ് നിങ്ങൾക്ക് ലാഭം എടുക്കേണ്ടതും എത്ര പിപ്പ് മൂവ്മെൻറ്റിലാണ് നിങ്ങൾക്ക് എത്ര പിപ്പ് മൂവ്മെൻറ്റ് വരെ നഷ്ടം സഹിക്കാൻ പറ്റുമെന്നും നിങ്ങൾ മുൻകൂട്ടി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. ആ ഉള്ള ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഓർഡർ ടൈപ്പാണ് എന്ത്, ലിമിറ്റഡ് ഓർഡർ. ബൈ ലിമിറ്റ് ഇട്ട് വെക്കാം, സെൽ ലിമിറ്റ് ഇട്ട് വെക്കാം. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന മാർക്കറ്റ്, 100ൽ നിന്ന് പോകുന്ന മാർക്കറ്റ് 150 വരെ പോയിട്ട് താഴത്തോട്ട് ഒരു ഫാൾ വരും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 150ൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു സെൽ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാം. മനസ്സിലായോ? അതായത് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ നിന്ന് ഒരു യൂ ടേൺ എടുത്ത് പോകുമെന്ന് തോന്നിയാൽ അവിടെ ആ ഒരു ഏരിയയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറിനെ ലിമിറ്റ് ഓർഡേഴ്സ് എന്ന് പറയും. അത് വാങ്ങാനിടുന്ന ഓർഡർ ആണെങ്കിൽ ബൈ ലിമിറ്റ് എന്നും വിൽക്കാനിടുന്ന ഓർഡർ ആണെങ്കിൽ സെൽ ലിമിറ്റ് എന്ന് പറയും. ഇനി സ്റ്റോപ്പ് ഓർഡർ. എന്താണ് സ്റ്റോപ്പ് ഓർഡർ? അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ വീണ്ടും മാർക്കറ്റ് ഒരു പ്രത്യേക പ്രൈസ് റേഞ്ചിലേക്ക് എത്തുമ്പോൾ ആ ഏരിയ, ആ പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് നല്ല മുകളിലോട്ട് പോവുക. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് അവിടെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഓർഡറിൻ്റെ പേരാണ് സ്റ്റോപ്പ് ഓർഡേഴ്സ്. അപ്പോൾ ബൈ സ്റ്റോപ്പ് ഓർഡർ നിങ്ങൾ ഇട്ട് വെക്കാം, സെൽ സ്റ്റോപ്പ് ഓർഡർ നിങ്ങൾക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ബൈ സ്റ്റോപ്പ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ, സ്വർണ്ണത്തിൻ്റെ വില 50,000 രൂപയാണെന്ന് വിചാരിക്കുക. കയറി ഇങ്ങനെ പോകുന്നുണ്ട്, 52,000 രൂപയിലെത്തി. ഏതാണ്ട് 52,000 എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങാനും 53,000 എന്നുള്ള വിലയിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ, സ്വർണ്ണ വില എത്തുകയാണെങ്കിൽ അത് എന്തായാലും 55,000 വരെ പോകും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചാർട്ട് നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. എന്നാൽ നിങ്ങൾക്ക് ആ കച്ചവടത്തിൽ പങ്കാളിയും ആവണം, കിട്ടുന്ന ലാഭം മുടക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളവിടെ ഇട്ട് വെക്കാൻ പറ്റും ബൈ സ്റ്റോപ്പ് ഓർഡർ. എത്ര രൂപയിൽ? 53,000 ബൈ സ്റ്റോപ്പ് ഇട്ട് വെക്കന്നെ. സ്വർണ്ണ വില ഇങ്ങനെ കയറി 50, 51, 52, 53,000 ആയി. നിങ്ങളെ ബൈ സ്റ്റോപ്പ് ഓർഡർ എന്തായി? മാർക്കറ്റ് ആ പ്രൈസിൽ വരുമ്പോൾ നിങ്ങൾ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവും. പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 55,000 നിങ്ങൾ ടാർഗറ്റും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അത്രയും രൂപ നിങ്ങൾക്ക് ലാഭം എടുക്കാം. അല്ല, മാർക്കറ്റ് നിങ്ങളെ കഷ്ടകാലത്തിന് 53,000 വരെ പോയി, അവിടെ നിങ്ങൾ മുകളിലോട്ട് പോകുന്നൊക്കെ വിചാരിച്ചിരുന്നു, കുത്തനടിച്ച് മാർക്കറ്റ് 50,000 വന്നാലോ? അപ്പോൾ നിങ്ങൾ അവിടെ ലോസും ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലെ കാര്യം. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു യൂ ടേൺ എടുത്ത് ഏത് ഭാഗത്തു നിന്നാണോ യൂ ടേൺ എടുക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ ഇട്ട് വെക്കുന്ന ഓർഡേഴ്സിനെ ലിമിറ്റ് ഓർഡർ എന്നും, മാർക്കറ്റ് ഏത് പ്രൈസിനെയാണ് ബ്രേക്ക് ചെയ്ത് ഇടിച്ച് തെറിപ്പിച്ച് നേരെ പോകുന്നത് അവിടെ ഇട്ട് വെക്കുന്ന ഓർഡറിനെ സ്റ്റോപ്പ് ഓർഡർ എന്നും പറയും. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത്. ആക്ച്വലി നിങ്ങൾ ഈ ഫോട്ടോയിലേക്കൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ